നിഷേധിച്ചു, അതിൽ തള്ളിക്കളഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് ശാപം നൽകി. അതുമായുള്ള സഹകരണം മുസൽമാനും പാടില്ലാത്തതാണെന്ന് ഫത്വ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് കടന്നു വന്നിരിക്കുന്ന ചിന്താധാര കേരളക്കരയിൽ അതിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നേതാക്കന്മാർ അതിന് ചെവി കൊടുത്തിട്ടില്ല, അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് പറഞ്ഞു കൊടുത്തു, നാം ജീവിക്കുന്ന ഈ മണ്ണ് മുസ്ലിം സമൂഹത്തിന് ന്യൂനപക്ഷ പ്രാതിനിധ്യമുണ്ടാകുന്ന മണ്ണാണ്. മുസൽമാന് സ്വന്തമായി ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുവാൻ സാധിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല, അതിന് സാധ്യവുമല്ല. അതുകൊണ്ട് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളിൽ സഹകരിച്ച് നമ്മുടെ ഭാഗതയെ നിർവഹിക്കുവാനും ശ്രമിച്ചാൽ ഇവിടെ നമുക്ക് സ്വന്തമായി സഹകരിച്ച് മറ്റുള്ളവരോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകാൻ, നമ്മുടെ ആദർശ പ്രബോധനം കൈമുതലാക്കി പോകാൻ സാധിക്കുമെന്ന തിരിച്ചറിവ് അവരെ ബോധ്യപ്പെടുത്താൻ ഈ പ്രസ്ഥാനം പണിയെടുത്തു. അതവർക്ക് മനസ്സിലാവാൻ 65 കൊല്ലം അവർ കാത്തിരുന്നു. 65 കൊല്ലം. ഇപ്പോ അവർക്ക് മനസ്സിലായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിൽ വോട്ടവകാശമെന്ന ഒരു പൗരന്റെ മൗലിക അവകാശം അതിനെ പോലും മതത്തിന്റെ പേരിൽ നിഷേധിക്കാം. ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക്, മതേതര ഭരണഘടനക്ക് ഇസ്ലാമുമായി യോജിക്കുവാൻ ഒരു പോയിന്റ് പോലും ഇല്ലെന്ന് ഗവേഷണം നടത്തിയിരിക്കുന്ന ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ജോലിയും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും താവൂത്തിന്റെ പാദസേവക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവയെ മുഴുവനും പിന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന ഇലക്ഷനും വോട്ടിങ്ങും തെരഞ്ഞെടുപ്പും മത്സരവും സ്ഥാനാർത്ഥിത്വവും പാർട്ടിയും പ്രധാനവും എല്ലാം മാറ്റി നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളോട് സഹകരിക്കുന്നവരെ ലീഗ് നീതി, കോൺഗ്രസ് നീതി, ജനതാ നീതി, മാർക്സിസ്റ്റ് നീതി എന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന ആളുകളോട് അവർ സൗമ്യമായി പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ മാറ്റണം. അതവർക്ക് മനസ്സിലാവാൻ 65 കൊല്ലം അവർ കാത്തിരുന്നു. അവർക്കിപ്പോൾ മനസ്സിലായി. പള്ളിയിൽ ഇമാം നിൽക്കുന്നവൻ തന്നെയാണ് പാർലമെന്റിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആവേണ്ടത് എന്ന് അന്ന് സംസാരിച്ചിരിക്കുന്ന ആളുകൾ. ഒരു മുസൽമാന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ അവൻ ജീവിക്കുന്ന മണ്ണ് ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റേണ്ടതുണ്ട് എന്ന്, അതാണ് അടിസ്ഥാന ലക്ഷ്യമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന ആളുകൾ. സ്വന്തമായി രൂപപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷന്മാരും കാര്യദർശികളും പള്ളിയിലെ ഇമാമുമാരല്ല, സ്വന്തം പാർട്ടിയുടെ അമീർമാരുമല്ല, സ്വന്തം മതത്തിന്റെ വക്താക്കൾ പോലുമല്ല. അവിടെ ജോസഫിനും കരുണാകരനും ഒക്കെ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനതാ പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞത്. അതിന്റെ കൂടെയാണ് മുജാഹിദ് നിന്നത്. അവർ നിന്നേടത്തേക്ക് നടന്നെത്താൻ ഈ എക്സ്പ്രസ് ഹൈവേയുടെ കാലഘട്ടത്തിൽ, ആധുനിക ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ആ ഒരു പാതയിലേക്ക് നടന്നെത്താൻ 65 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക്. പക്ഷേ അബ്ദുൽ ഖാദർ മൗലവിയും കെ എം മൗലവിയും കെ എം ജി സാഹിബും അന്ന് കണ്ടിരിക്കുന്ന ആ സ്വപ്നം, അവരുടെ ദീർഘദൃഷ്ടി, അതിലേക്ക് മുസ്ലിം കേരളം മൊത്തം അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതൊന്നും അബദ്ധമായിരുന്നില്ല, നമ്മൾ ചെയ്തതൊന്നും അബദ്ധമായിരുന്നില്ല, നമ്മൾ സഞ്ചരിച്ച വഴികളൊന്നും അബദ്ധമായിരുന്നില്ല. നമ്മുടെ പാതാവ് തീർത്തും നേരിന്റെ നന്മയുടെ വികാസത്തിന്റെ വികസനത്തിന്റെ പാതയിൽ തന്നെയായിരുന്നു എന്ന് മുസ്ലിം കേരളത്തെ ഉറ്റുനോക്കുന്ന മുസ്ലിം ലോകം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് അറിയാത്ത ചില പ്രയാസങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ കടന്നു. തീർത്തും സങ്കടകരമായ ദുഃഖകരമായ ആർക്കും സന്തോഷത്തോടെ ഓർത്തുവെക്കുവാൻ പോലും സാധ്യമല്ല ചില കറുത്തധ്യായങ്ങൾ കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിനകത്ത് കടന്നു വന്നു. ആ കടന്നുവരുന്ന പേരിൽ 2-3 തലങ്ങളുണ്ട്. ഒരു തലം ആദർശതലം തന്നെയാണ്, മറ്റൊരു തലം സംഘടനാ തലമാണ്, മറ്റൊരു തലം ചില താല്പര്യങ്ങളാണ്. ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചപ്പോ ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ ഞെരുക്കി അമർത്തി കൊല്ലാൻ സാധിക്കുമോ? ഒരു 8 പതിറ്റാണ്ടിലേറെ പിശാച് നടത്തിയിരിക്കുന്ന ഗവേഷണത്തിന് ഫലം കണ്ടിരിക്കുന്ന ഒരു പതിറ്റാണ്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പിശാച് കാണുന്നത്? അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയെടുത്തിരിക്കുന്ന സമൂഹം അവരെ പിന്നീട് കണ്ടിട്ടില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന അന്നത്തെ മുസ്ലിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയ ആ മുസ്ലിങ്ങൾ അവരെ കേവലം 40 ദിവസത്തേക്ക് മറ്റൊരു പ്രവാചകന്റെ കീഴിൽ ഏൽപ്പിച്ചുകൊണ്ട് മൂസാ നബി
വിശ്വാസികളായ ഷഹാദത്ത് കലിമകൾ പ്രഖ്യാപിച്ച് അംഗീകരിച്ച അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ആ മുസ്ലിങ്ങളെ ഒരു സാമരിക്ക് പിഴപ്പിക്കാൻ, ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധനയിലേക്ക് എത്തിക്കാൻ 40 ദിവസം പോലും വേണ്ടി വന്നില്ല. അതാണ് പിശാചിന്റെ പ്രവർത്തനത്തിന്റെ വേഗത, അതിന്റെ ഫലം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു പോയിട്ടില്ല. അതേമാതിരി മാറി നിൽക്കുമ്പോ ജനങ്ങൾ ഒറ്റയ്ക്കല്ല. ഹാറൂൻ അലൈഹി സ്വലാം എന്ന സഹോദരനായ പ്രവാചകനെ അവർക്ക് വേണ്ടി നേതാവാക്കി നിലനിർത്തി കൊടുത്തിട്ടാണ് മൂസാ നബി കടന്നുപോയത്. അദ്ദേഹത്തെ നോക്കി ബുദ്ധിയായതിനെ കൊണ്ട് തന്നെ പിശാചിനെ കളിക്കാൻ സാധിച്ചു. അവർക്ക് പിശാചിനെ വിജയിക്കുവാൻ സാധിച്ചു. അവരുടെ വിശ്വാസം തകർക്കുവാൻ സാധിച്ചു. അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സമൂഹത്തെ കൊണ്ട് പശുക്കുട്ടി എന്ന അവരുടെ ആ ഒരു വികാരമുണ്ടല്ലോ, അതവരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാൻ മൂസാ നബിക്ക് എത്ര കാലം പിന്നെ പണിയെടുക്കേണ്ടി വന്നു. വെറുതെ ഒരു പശുക്കുട്ടിനെ അറക്കണമെന്ന് പറയുമ്പോൾ ഏത് പശുക്കുട്ടി, എങ്ങനെയുള്ള പശുക്കുട്ടി, ഏത് നിറം, ഏതവസ്ഥ എന്നൊക്കെ ചോദിച്ച് 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 അതിനൊരു ഉത്തരമില്ലാതിരുന്നാൽ പശുവിനെ അറക്കേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച അവസ്ഥയിലേക്ക് ആളുകൾ മാറി. ആര്? അന്നത്തെ മുസ്ലിങ്ങൾ, ബനീ ഇസ്രായേൽ സമൂഹം. അതാണ് പിശാച് കൊണ്ടുകൊടുക്കുന്ന ഒരു സംഗതി ചെറുതായി തോന്നിയത് പിന്നെ മനസ്സിൽ അട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിന് വക്രത വന്നാൽ പിന്നെ ആ വക്രതയിൽ തന്നെ അത് മുളച്ചു പോകും. അവർക്ക് സംഭവിച്ചു. തൊട്ടുപിറകെ വരുന്ന ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ വാക്യമെന്താ, ആദർശവാക്യമെന്താ, സാക്ഷ്യവാക്യമെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ അനുയായികളായി രംഗത്ത് വന്ന അന്നത്തെ മുസ്ലിങ്ങൾ, ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ലോകത്തറിയപ്പെടുന്നവർ, ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ആളുകൾ, അവരിൽ ഒരാൾ പോലും പേരിലെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് പോലും പറയാൻ കഴിയാത്ത അധപ്പതനത്തിലേക്ക് എത്തി. അതൊരു പ്രവാചകന്റെ അനുയായികൾ അവകാശപ്പെടുന്നവരാണ്. ആ പ്രവാചകൻ അവരുടെ പേരിൽ കുറിച്ചാണ്. അവരുടെയും ആദർശവാക്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ആളുകൾ ഏറ്റവും അധികം കുറഞ്ഞുപോയ മഹാഭൂരിപക്ഷവും അതിന്റെ വിരുദ്ധ ചേരിയിരിക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തുവിനെ അവർ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന്റെ വിഷയത്തിൽ ആ കാര്യം ഭയപ്പെടുന്നുണ്ട്, ആ വിഷയം ഭയപ്പെടുന്നുണ്ട്. വിശുദ്ധ പറഞ്ഞല്ലോ, അന്ത്യനാൾ കടന്നു വരികയില്ല, അന്ത്യനാൾ കടന്നു വരികയില്ല. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം വിഗ്രഹാരാധന നിർവഹിക്കുന്നത് വരെ അന്ത്യനാൾ കടന്നു വരികയില്ല. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ബഹുദൈവാരാധകരുമായി കൈകൊടുക്കുന്നത് വരെ എന്ന് പ്രവാചക ദൈവം പഠിപ്പിച്ചതാണ്. അതിലേക്ക് കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ആ മുസ്ലിം സമൂഹത്തിൽ പിൽക്കാലത്ത് വന്നിരിക്കുന്ന ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങളുടെ നീണ്ട നിരകൾ കാലങ്ങളോളം നമ്മളിങ്ങനെ കാണുന്നു, അറിഞ്ഞു, മനസ്സിലാക്കുന്നു. അതിൽ നിന്നൊക്കെ കടഞ്ഞെടുത്ത് കറയും ചടിയും ഒഴിവാക്കി സംസ്കരിച്ചെടുത്ത് ആദർശത്തിന്റെ വക്താക്കളായി നമ്മൾ സ്ഫുടം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു 80 കൊല്ലമെങ്കിലും അതിന്റെ തനിമ നിലനിർത്തി മുന്നോട്ട് പോയി എന്നതിലാണ് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ആ തനിമ നിലനിർത്താൻ അതിന്റെ 1-ാം തീയതി മുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിശാച് ഇത്രമാത്രം സന്തോഷിച്ചൊരു കാലഘട്ടം പറഞ്ഞോ? ഉണ്ടാവില്ല. എന്താ കാരണം? ഇന്ന് മുസ്ലിം സമൂഹത്തിലെ, അതും നവോത്ഥാന പ്രസ്ഥാനത്തെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇസ്ലാഹി പ്രവർത്തകർക്കിടയിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം പിശാചാണ്. പിശാചിനെ കുറിച്ച് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടൊരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായില്ല. അവിടെ ആ പിശാച് വിജയിച്ചത്. ആ പൈശാചിക ബാധ മെല്ലെ മെല്ലെ തൗഹീദി പ്രബോധന രംഗത്ത് ശക്തമായി നിലകൊണ്ടിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് കയറിക്കൊള്ളുകയും അത് അവരുടെ നാവിലൂടെയും പേനയുടെയും പുറത്തേക്ക് വരികയും ചെയ്തു. അതാണ് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലത്തിന്റെ നമ്മുടെ ദൃശ്യം. അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ശ്രദ്ധപ്പെടുത്താനുള്ളൂ. ഒരുപാട് സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല, സമയവുമില്ല. എനിക്ക് സമയമുണ്ടെങ്കിലും
ചില മധുരിപ്പിക്കുന്ന സംഗതികളുണ്ട്. ചില മധുരത്തിന്റെ പിന്നാലെയാണ് മനസ്സൊക്കെ വരിക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പല മധുരങ്ങളും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചുയിങ്ങം വായിലിട്ടാൽ മധുരണ്ടാവും. വായിലിട്ടാൽ മധുരണ്ടാവും. എത്ര സമയം? സെക്കൻഡുകൾ മാത്രം, മാക്സിമം മിനിറ്റുകൾ മാത്രം. പിന്നെ വെറുതെ വായിലിട്ട് ചവക്കൽ, പിന്നെ വായിലിട്ട് ചവക്കൽ, വെറുതെ ഒരാവശ്യമില്ല. അത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞാലും തട്ടിയ കയ്യിലുള്ളിൽ അത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത പ്രയാസം കാട്ടുന്ന ഒരു വസ്തുവായി മാറണമില്ല. മറിച്ചോ നല്ല മുഴുത്ത് നെല്ലിക്ക വായിലെടുക്കുമ്പോൾ വലിയ മധുരം ഉണ്ടാവില്ല. പക്ഷേ അത് മധുരിച്ച് തുടങ്ങിയാൽ നെല്ലിക്ക അവസാനിച്ചാലും മധുരം അവസാനിക്കുക. അതാണ് വിചാരിച്ചത്. അതാണ് നമ്മുടെ ആദർശം. ഈ ആദർശത്തിന്റെ പ്രബോധന മേഖലയിൽ തുടങ്ങുന്ന കാലഘട്ടത്തിലെ അതിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കൈകുറ്റ അനുഭവങ്ങൾ മധുരിച്ചു തുടങ്ങിയപ്പോ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാർ കണ്ണടച്ചിട്ടും തുടർന്നു കൊണ്ടിരിക്കുന്ന മധുരം ആദർശത്തിന്റെ മധുരം. അവിടെ നിൽക്കാൻ സാധിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഒരു ചുയിങ്ങത്തെ പോലെ താൽക്കാലികമായി മധുരത്തിന്റെ പിന്നാലെ പോയപ്പോ അതുമൂലം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ നമുക്കറിയാം. 1972 കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൽ വെച്ച് നടന്നിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 2ാമത് സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ചില അറബി പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അറബി ഷേഖുമാർ, ഖത്തറിൽ നിന്നും മറ്റും വന്നിരിക്കുന്ന ആളുകൾ, അവർ അന്നത്തെ സമ്മേളനത്തിൽ ഇടപെടാൻ ശ്രമം നടത്തി. ശ്രമം നടത്തിയെന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ അജണ്ടകൾ തീരുമാനിക്കുവാൻ സംസ്ഥാനത്തിന് കമ്മിറ്റിയുണ്ട്. ആരൊക്കെ സംസാരിക്കണം, ആരൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ പങ്കെടുത്തുകൂടാതെ തീരുമാനിക്കാൻ. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളുകളെ കൂടി പങ്കെടുപ്പിക്കണം. നമ്മൾ പറഞ്ഞു, ഇതിന്റെ അജണ്ട തീരുമാനിക്കുന്നത് നമ്മളാണ്. അവർ പറഞ്ഞത് മുസ്ലിം പേരുള്ള ആളുകൾ തന്നെയാണ്, മുസ്ലിം രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവരെ പങ്കെടുപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം അറിയാമോ? അവർ നമ്മുടെ പ്രോഗ്രാം നോട്ടീസ് എന്ന് പറഞ്ഞു ഇതിൽ കെ കരുണാകരനുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആയിരുന്നു അദ്ദേഹം. കെ കരുണാകരൻ മാസം തോറും ഗുരുവായൂരിൽ പോയി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുണാകരൻ മുശിരിക്കാണ് എന്നൊരു അഭിപ്രായത്തിലുണ്ടാവില്ലല്ലോ. ആ മുശിരിക്കിനെ ഈ മുവാഹിദുകളുടെ സ്റ്റേജിൽ കയറ്റാമെങ്കിൽ അങ്ങനത്തെ ശില്പൊന്നും ചെയ്യാത്ത വേറെ കുറച്ച് പണ്ഡിതന്മാരെ കയറ്റിക്കൂടെ എന്നാണ് ഞാൻ. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സ്റ്റേജിൽ ആര് കയറണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളെ ഞങ്ങൾ വിളിച്ചത് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനാണ്. വരാം, പങ്കെടുക്കാം, നിങ്ങളുടെ ഭാഗതയെ നിർവഹിച്ച് നിങ്ങൾക്ക് പോകാം. അവസാനം അന്ന് അവർ ഒരു ഓഫർ വെച്ചു. ഞങ്ങൾ പറയുന്ന ഇന്ന ആളുകളെ ഈ വേദിയിൽ കയറ്റിയാൽ ഈ സമ്മേളനത്തിൽ വരുന്ന ഭാരി സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാം. ഓഫർ പൂർണ്ണമായ സ്പോൺസർഡ് പ്രോഗ്രാം. ഇല്ലെങ്കിൽ, ഞങ്ങൾ പറയുന്നത് പോലെ കാര്യം ചെയ്തില്ലെങ്കിൽ വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് നയാ പൈസയുടെ ഉപകാരം ഇനി കിട്ടുകയില്ല. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാര്യദർശി മർഹൂം KP മുഹമ്മദ് മൗലവി അവരോട് പറഞ്ഞു ലളിതമായ ഭാഷ, ഷെയ്ഖുമാരെ, നിങ്ങൾ അറബ് ലോകത്ത് പെട്രോൾ കുഴിച്ചെടുക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളക്കരയിൽ ആദർശ പ്രബോധനം ആരംഭിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുവാൻ അരിയെടുക്കുമ്പോൾ ആ അരിയിൽ നിന്ന് ഒരു പിടുത്തമെടുത്ത് ഒരു പാത്രത്തെ സൂക്ഷിക്കും. ഒരു മാസം കഴിയുമ്പോൾ അതെടുത്ത് തൂക്കി വെച്ചിട്ട് അതിന്റെ പണം കൊണ്ട് പള്ളിയും മതത്തെയും പ്രധാന പ്രവർത്തനങ്ങളും നിർവഹിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾ. നിങ്ങളുടെ പെട്രോൾ കണ്ടിട്ട് അതിന്റെ